Good evening. Good evening, students. Hello. Join ചെയ്തു എല്ലാവരും. So welcome to yet another pathway session. നമ്മുടെ day 2 ആണ്. ഇന്നലെ actually you had a small introduction regarding ACCA. എങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം, എങ്ങനെ നിങ്ങൾക്ക് ACCA കോഴ്സിന് ജോയിൻ ചെയ്യാം എന്നുള്ളൊക്കെ ഒരു ബ്രീഫ് ഐഡിയ ഇന്നലെ നമ്മുടെ മിഷാൽ സാറ് തന്നായിരുന്നു. സോ ടുഡേ ഇസ് day 2. We are moving deeply into ACCA's complete structure. Fine. Okay, I can see your messages. Fine. Okay. So ഇന്ന് നമ്മൾ ACCA കോഴ്സിന്റെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്, ഐ മീൻ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, ആൻഡ് സ്പെസിഫിക്കലി ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്. ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ദാറ്റ് ദിസ് ടൈം. ഓക്കെ, സോ വിത്തൗട്ട് എനി ഡിലേ, അറിയാം കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ട്, ഐ എം സോറി ഫോർ ദ ഡിലേ. എനിവേ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ ഫൈൻ, സ്റ്റാർട്ട് ചെയ്യാലോ. സോ ബിഫോർ വി ബിഗിൻ എനിത്തിങ്, ഞാൻ എന്നെക്കുറിച്ചൊന്ന് ഷോർട്ട്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അബൌട്ട് മീ, ഐ എം ഫാത്തിമ റിസാന. ഞാൻ ACCA ക്വാളിഫൈഡ് ആണ്. ഐ ഹവ് ബീൻ ഇൻ ടീച്ചിങ് ഫോർ ദി പാസ്റ്റ് 4 years. സോ ഞാൻ ലെക്ചർ ചെയ്യുന്ന പേപ്പേഴ്സ് ആണ് ACCAയിൽ ബിസിനസ് ആൻഡ് ടെക്നോളജി, which was previously called as F1, then management accounting, which was F2, financial accounting, that is FA, then skills level like etumbo financial reporting um financial management in the papers. So these are the papers which I deal with. So in the namle specifically we'll be only doing business and technology. That is the first paper. നിങ്ങൾ ACCA ക്ക് ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ ആയിരിക്കും, നിങ്ങളുടെ ഏറ്റവും ബേസ് ലെവൽ പേപ്പർ ആയിരിക്കും ബിസിനസ് ആൻഡ് ടെക്നോളജി. അതിൻ്റെ ഒരു ചെറിയ ഐഡിയ ആയിരിക്കും വിൽ ബി ഡൂയിങ് ടുഡേ. സോ ഒരു ചെറിയ ഐഡിയ, നിങ്ങൾക്ക് എന്താണ് ആ ഒരു പേപ്പറിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇറ്റ് വിൽ ബി വെരി ഈസി. ട്രസ്റ്റ് മീ, ഈ ഒരു സെഷനോട് കൂടി യു വിൽ തിങ്ക് ഇറ്റ്സ് വെരി 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 ഈസി. കാരണം നിങ്ങൾ കുറേ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഓർ ജനറലി നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഈ പേപ്പറിൽ നമ്മൾ ACCA ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ഫർദർ. ഫൈൻ. നോളജ് ലെവൽ, സോ ഐ എം ജസ്റ്റ് റെസ്പോണ്ടിങ് ടു യുവർ കമന്റ്സ്. നോളജ് ലെവൽ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നോർമലി വിത്തിൻ എ മന്ത് ഓർ മന്ത് ആൻഡ് എ ഹാഫ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഡേയ്സ്, ഐ മീൻ യു വിൽ ബി അലോട്ടഡ് ദി ഷെഡ്യൂൾ ബിഫോർ ഹാൻഡ്. സോ നിങ്ങൾക്ക് നോളജ് ലെവൽ ക്ലാസ്സസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 days ക്ലാസ് അല്ലെങ്കിൽ ഒരു 25 days ക്ലാസ്സിനോട് കൂടി എന്ത് ചെയ്യും, നോളജ് ലെവൽ ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ വിത്ത് ദാറ്റ് യു ഹാവ് യുവർ പ്രാക്ടീസ് സെഷൻസ്, പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ലൈക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി റെഡിയാക്കുന്ന രീതിയിലാണ് നമ്മൾ പ്ലാനൊക്കെ സെറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പേപ്പർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഹെൽപ്പും സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. സോ ബിഫോർ വി മൂവ് ഓൺ ടു ദാറ്റ്, നമുക്ക് ആദ്യം ACCAന്റെ എന്താണ് പേപ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ആദ്യം നോക്കാം. എന്നിട്ട് വി വിൽ മൂവ് ഓൺ ടു ദി പേപ്പർ ഇൻ ഡെപ്ത്. ഓക്കെ അല്ലേ? ഫൈൻ. സോ എന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. വിത്ത് ദാറ്റ്, ഓക്കെ, സോ ACCAക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ACCA ക്വാളിഫിക്കേഷൻ ഹാസ് 3 steps. ACCAക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 3 steps ഉണ്ട്. പ്രൊവൈഡഡ് നിങ്ങൾ സയൻസ് സ്ട്രീം എന്നുള്ളവരാവട്ടെ, നിങ്ങൾ കൊമേഴ്സ് സ്ട്രീം എന്നുള്ളവരാവട്ടെ, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ നിന്ന് വരുന്നവരാവട്ടെ, ആഫ്റ്റർ +2 നിങ്ങൾ ACCA എന്നുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ 3 steps നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ACCA ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് യു ഹാവ് 3 steps. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇത്, നിങ്ങളുടെ ACCA എക്സാംസ്, ദി ക്വാളിഫിക്കേഷൻ ഇറ്റ് സെൽഫ്. നിങ്ങൾക്ക് ACCA എക്സാംസ് എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യാനുണ്ട്. അത് ഫുള്ളി ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ ക്വാളിഫൈഡ്, അതായത് നിങ്ങൾ ACCA ക്വാളിഫിക്കേഷൻ നേടും. സോ ACCAയിൽ ടോട്ടലി നിങ്ങൾക്ക് 13 പേപ്പേഴ്സ് ആണ് വരുന്നത്. സോ ഇവിടെ 13 പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ പേപ്പേഴ്സും എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്, വിച്ച് മീൻസ് ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. അതായത് ഓരോ പേപ്പേഴ്സും എന്താണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ യു ഹാവ് ടോട്ടൽ 13 പേപ്പേഴ്സ്.
13 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത്. ഈ 13 പേപ്പേഴ്സ് 13 പേപ്പേഴ്സ് ഒരു +2 കഴിഞ്ഞ് ജോയിൻ ചെയ്ത കുട്ടിക്ക് 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ACCA ക്വാളിഫൈഡ്. യെസ്. ആഫ്റ്റർ ദാറ്റ് 13 പേപ്പേഴ്സിന് ശേഷം യു ഹാവ് എ സ്മോൾ മൊഡ്യൂൾ കോൾഡ് ആസ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മൊഡ്യൂൾ. ഒരു കുഞ്ഞു മൊഡ്യൂൾ ആണ് ദാറ്റ് യു വിൽ ഹാവ് ടു കംപ്ലീറ്റ്. അതൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മളുണ്ട്. ആഫ്റ്റർ ദ സെക്കൻഡ് സ്റ്റെപ്പ് യു ഹാവ് ദി തേർഡ് സ്റ്റെപ്പ് വിച്ച് ഇസ് ഒരു 36 months, ഒരു 36 മാസം, ലാറ്റസ്റ്റ് 3 yearsന്റെ ഒരു പ്രാക്ടിക്കൽ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. സോ വിത്ത് ദാറ്റ് നിങ്ങൾ എന്താവും? ഒരു കംപ്ലീറ്റ് ഒരു ഫുള്ളി ക്വാളിഫൈഡ് ACCA മെമ്പർ ആവും. സോ സ്റ്റേജസ് ഉണ്ട് ആക്ച്വലി ACCA. ബേസിക്കലി ഇനീഷ്യലി നിങ്ങൾ എക്സാംസ് ക്ലിയർ ചെയ്യുന്നു. ACCA നിങ്ങൾ എക്സാംസ് ക്ലിയർ ചെയ്യുന്നു. വൺസ് നിങ്ങൾ എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ബിക്കം എൻ അഫിലിയേറ്റ്സ്. അതാണ് അഫിലിയേറ്റ് സ്റ്റേറ്റസ് എന്ന് പറയും, ACCA അഫിലിയേറ്റ്. എക്സാംസ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ മൊഡ്യൂളും പിന്നെ 36 monthsന്റെ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെന്റും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ എന്തായി മാറുന്നുണ്ട്? ഒരു ACCA മെമ്പർ ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെയർ യു ഫൈനലി ക്വാളിഫൈ ആസ് എൻ ACCA മെമ്പർ. യെസ്. 10th കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? Xylemത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇവിടെ വിളിക്കുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗൈഡ് യു ത്രൂ ഔട്ട് ദാറ്റ്. ഓക്കെ. സോ ഇതാണ് ACCAന്റെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. സോ നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ വിൽ ബി ഫസ്റ്റ് ഇനീഷ്യലി ഏത് സ്റ്റെപ്പിലായിരിക്കണം? ACCA എക്സാംസ്. തേർഡ് സ്റ്റേജിൽ സാലറി കിട്ടുമോ? ഫൈൻ. ഈ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി യെസ്, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. സോ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റെമ്യൂണറേഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സോ അത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് പ്രയോറിറ്റി സ്റ്റേജ് ആണ് ഏത്? ACCAയുടെ 13 പേപ്പേഴ്സ് ആണ് വിച്ച് യു ഹാവ് ടു കംപ്ലീറ്റ്. ഈ 13 പേപ്പേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ അറ്റ് എ ടൈം നിങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വളരെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഓരോ പേപ്പേഴ്സും എന്ത് ചെയ്യാം? അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഓരോ പേപ്പേഴ്സ് അറ്റ് എ ടൈം എടുക്കാം, അല്ലെങ്കിൽ 2 പേപ്പേഴ്സ് അറ്റ് എ ടൈം എടുക്കാം. സോ നിങ്ങൾക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള യാതൊരു കമ്പൾഷനും ഇല്ല. നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. ഫൈൻ. BTയുടെ ക്ലാസ് യെസ് ഇത് റെക്കോർഡഡ് ആയിരിക്കും. സോ ലൈവിലുള്ള സ്റ്റുഡൻസ് കൂടാതെ നമ്മളെ റെക്കോർഡഡ് സെഷൻസ് കാണുന്ന കുട്ടികൾക്കും കൂടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ. സോ ഹോപ്പിംഗ് ദാറ്റ് ദിസ് വിൽ ബി വെരി യൂസ്ഫുൾ ടു ഓൾ ഓഫ് യു. ഓക്കെ. സോ ACCAയുടെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ ഞാൻ പറഞ്ഞതുപോലെ എന്തായിരുന്നു? നമ്മുടെ ACCA എക്സാംസ് ആണ് കേട്ടോ. സോ ACCA എക്സാംസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 13 പേപ്പേഴ്സ് ആണ്. പക്ഷെ അത് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് എന്താണ്, ഓയ്യോ 13 പേപ്പേഴ്സും അതിന്റെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? വെറുതെ ഒന്ന് ഇരുന്ന് ആലോചിക്കും. ബട്ട് ട്രസ്റ്റ് മീ, അതെന്താണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ഇടുവാണെങ്കിൽ, നിങ്ങൾ കംപ്ലീറ്റ് എഫേർട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ്സ് എ പ്രോമിസ്. കാരണം നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സപ്പോർട്ട് ക്ലാസ്സസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വിത്ത് ദാറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ ആ ഒരു പഠിക്കാനുള്ള ആ ഒരു എഫേർട്ടും കൂടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈസിലി എന്ത് ചെയ്യാം? ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാം. പേഴ്സണലി ഞാൻ തന്നെ +2 കഴിഞ്ഞിട്ടാണ് ACCAക്ക് ജോയിൻ ചെയ്തത്. ആൻഡ് വിത്ത് ഗ്രേറ്റ് ഹാർഡ് വർക്ക് ആൻഡ് എഫേർട്ട് എനിക്ക് എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ +2 കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഈക്വലി മനസ്സിലാവും. സോ നിങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് ഐ കൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബിക്കോസ് ഈ ഒരു ACCA എന്നുള്ള കോഴ്സും ഞാനും ഓപ്റ്റ് ചെയ്തത് എന്റെ +2ന് ശേഷമാണ്. ഇല്ല, ഒരിക്കലുമല്ല. സയൻസ് സ്ട്രീം സ്റ്റുഡൻസിന് ഇത് ഹാർഡൊന്നുമല്ല. ഈവൻ മാത്സ് ഈവൻ കോമേഴ്സ് സ്ട്രീം എന്ന് വരുന്ന കുട്ടികൾക്ക് ഹാർഡല്ല, ഹ്യൂമാനിറ്റീസും അല്ല. നത്തിങ് ഇസ് ദെയർ ആസ് ടു ഇറ്റ് ഇസ് ഹാർഡ് ഓർ ഡിഫിക്കൾട്ട്. നിങ്ങൾ ആംപിൾ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ഇടുകയാണെങ്കിൽ, നിങ്ങൾ കംപ്ലീറ്റ് എഫേർട്ടോടു കൂടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ഇത് ഈസി ആയിരിക്കും. സോ അത് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുള്ളത്. സോ വി വിൽ ഹെൽപ്പ് യു ടു ദി മാക്സിമം. ഓക്കെ. സോ 13 പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? ഒരു ചെക്ക് നടത്താം. ഏതൊക്കെയാണ് ഈ പേപ്പേഴ്സ്? ഫൈൻ. സോ ACCAയുടെ ഈ 13 പേപ്പേഴ്സ് മെനി ഓഫ് യു മൈറ്റ് ബി നോയിങ് 3 ലെവൽസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 13 പേപ്പേഴ്സിനെ അവർ 3 ലെവലിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ലെവൽ 1, അതായത് ഫസ്റ്റ് ലെവൽ വിച്ച് ഇസ് കോൾഡ് ആസ് ദി അപ്ലൈഡ് നോളജ് ലെവൽ ആണ്, വിച്ച് യു കോൾഡ് ആസ് നോളജ് ലെവൽ. നോളജ് ലെവലിന് ശേഷമുള്ള സെക്കൻഡ് ലെവലാണ് ഇത് സ്കിൽസ് ലെവൽ. സ്കിൽസ് ലെവലിന് ശേഷം അടുത്തതാണ് ഏത്?
യുവർ സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവൽ. സോ 3 ലെവൽസുമായിട്ടാണ് നിങ്ങളുടെ എന്താണ് ACCA എക്സാംസിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലെവൽ ഇസ് യുവർ നോളജ് ലെവൽ, സ്കിൽസ് ലെവൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. ഓക്കെ, സോ ഫീസ്, അഡ്മിഷൻ, സീറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു അഡ്മിഷൻ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. എന്താണ് ഡെഫിനറ്റ്ലി അവർ എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യും. സോ നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുക. ഫൈൻ. ഓക്കെ ഓക്കെ, ഓരോ പേപ്പേഴ്സും എങ്ങനെയാ പ്രോപ്പറായിട്ട് പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എന്താണ് ക്ലാസ്സസ്, ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻസും എങ്ങനെയാണ് നിങ്ങൾ പേപ്പേഴ്സിനെ ഡീൽ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആസ് എ ട്യൂട്ടർ, ആസ് എ ലെക്ചറർ, ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മേക്ക് എ ഡിസിഷൻ. അതായത് നിങ്ങൾ അത്രക്കും വില്ലിംഗ് ആണെങ്കിൽ, ഇഫ് യു ആർ വെരി മച്ച് വില്ലിംഗ് ആൻഡ് യു want to become a commerce professional, definitely ACCA നിങ്ങൾക്കുള്ള ഒരു റൈറ്റ് ചോയ്സ് തന്നെയാണ്. നിങ്ങൾ അത് ചൂസ് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക, ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുമുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ഫർദർ. സോ ഞാൻ പറഞ്ഞു 13 പേപ്പേഴ്സ് 3 ലെവൽസിലേക്കാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ലെവൽ ആണ് നമ്മുടെ നോളജ് ലെവൽ. അവിടെ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് മിക്ക ആൾക്കാരും +2 കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഏത് ലെവൽ വെച്ചിട്ടായിരിക്കും, നമ്മുടെ അപ്ലൈഡ് നോളജ് ലെവൽ. സോ അപ്ലൈഡ് നോളജ് ലെവലിലാണ് നിങ്ങൾക്ക് 13 പേപ്പേഴ്സിലെ ആദ്യത്തെ 3 പേപ്പേഴ്സ് വരുന്നത്. സോ നിങ്ങൾ നോളജ് ലെവലിൽ 3 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ളത്. ദ ഫസ്റ്റ് പേപ്പർ ഇസ് ബിസിനസ് ആൻഡ് ടെക്നോളജി, സെക്കൻഡ് ഇസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, തേർഡ് ഇസ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ ഈ 3 പേപ്പേഴ്സ് ആണ് നിങ്ങളുടെ നോളജ് പേപ്പർ. നോളജ് പേപ്പർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്, ബേസിക് ഫൗണ്ടേഷൻ ലെവൽ പേപ്പേഴ്സ് ആണ്. അതായത് എവ്രിതിങ് ഫ്രം ദി സ്ക്രാച്ച്. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഫ്രം ദി സ്ക്രാച്ച്, ഫ്രം ദി വെരി ബിഗിനിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. വെൻ യു കം ടു ഫോർ ദി നോളജ് ക്ലാസ്സസ്. നോളജ് ലെവലിലുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നതിനോടുകൂടി നിങ്ങളുടെ എല്ലാ ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റി സ്റ്റുഡൻസ് അതൊക്കെ എന്താവും, ഇല്ലാതെയാവും. വൈ? ബിക്കോസ് എല്ലാവരും ഫ്രം ദി സ്ക്രാച്ച്, ഫ്രം ദി വെരി ഫൗണ്ടേഷൻ ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് 3 പേപ്പേഴ്സ് ഇൻ ദി നോളജ് ലെവൽ. സ്കിൽസ് ലെവലിലുള്ള അടുത്ത പേപ്പേഴ്സ് ആണ് ഇത്. അടുത്ത നെക്സ്റ്റ് 6 പേപ്പേഴ്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്, വിച്ച് ഇസ് ബേസിക്കലി കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ, പെർഫോമൻസ് മാനേജ്മെന്റ്, taxation, financial reporting, audit and assurance, financial management. ഈ 6 പേപ്പേഴ്സ് ആണ് നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ, വിച്ച് ഇസ് സ്കിൽസ്. അടുത്ത ഫൈനൽ ലെവലാണ് 13 പേപ്പേഴ്സ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലാസ്റ്റത്തെ ലെവലാണ് എന്ത്, പ്രൊഫഷണൽ ലെവൽ. ഈ ലെവലിൽ നിങ്ങൾ എത്തുന്നതിനോട് കൂടി ആഫ്റ്റർ യു കംപ്ലീറ്റ് ദിസ് പ്രൊഫഷണൽ ലെവൽ യു ബിക്കം എ ക്വാളിഫൈഡ് ACCA. സോ പ്രൊഫഷണൽ ലെവലിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് 4 പേപ്പേഴ്സ് ആണ്. സോ ഫസ്റ്റ് ലെവലിൽ 3 പേപ്പേഴ്സ്, സെക്കൻഡ് ലെവലിൽ 6 പേപ്പേഴ്സ്, ആൻഡ് യുവർ ഫൈനൽ ലെവലിൽ നിങ്ങൾക്ക് 4 പേപ്പേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിൽ 2 പേപ്പേഴ്സ് എല്ലാവർക്കും കമ്പൽസറി ആണ്. ആൻഡ് കമ്പൽസറി ആയിട്ടുള്ള ആ 2 പേപ്പേഴ്സ് ആണ് ഏതൊക്കെ, സ്ട്രാറ്റജിക് ബിസിനസ് ലീഡറും സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. ഇത് രണ്ടും കമ്പൽസറിലി എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. അലോങ് വിത്ത് ഓൾ ദീസ് പേപ്പേഴ്സ് ഈ പറയുന്ന 3 പേപ്പേഴ്സ് ഇൻ നോളജ് ലെവൽ, 6 പേപ്പേഴ്സ് ഇൻ സ്കിൽ ലെവൽ ആൻഡ് 2 പേപ്പേഴ്സ് ഇൻ പ്രൊഫഷണൽ ലെവൽ, ഇത് കമ്പൽസറിലി എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. ഇനി ആഫ്റ്റർ ദാറ്റ് യു ഗെറ്റ് എൻ ഓപ്ഷൻ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. യു ഗെറ്റ് എൻ ഓപ്ഷൻ ടു മേക്ക് എ ചോയ്സ് ബിറ്റ്വീൻ ദീസ് 4 പേപ്പേഴ്സ്. നിങ്ങൾ നോളജ് ലെവൽ കഴിയുന്നതിനോട് കൂടി നിങ്ങൾ സ്കിൽസിലേക്ക് വരും. സ്കിൽസ് തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ 4 പേപ്പേഴ്സിൽ നിങ്ങൾക്ക് ഏത് പേപ്പറിനോടാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇതിൽ നിന്ന് ഈ 4 ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും 2 പേപ്പേഴ്സ് ആണ് ഓപ്ഷനലി സെലക്ട് ചെയ്യേണ്ടത്. സോ വിത്ത് ദാറ്റ് ഇവിടെ നിങ്ങൾ 2 പേപ്പേഴ്സ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം, നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് പ്രകാരം സെലക്ട് ചെയ്യുന്നു. ആൻഡ് അലോങ് വിത്ത് ദിസ് 2 എസെൻഷ്യൽസ് യു ആർ ഡൺ വിത്ത് യുവർ 13 പേപ്പേഴ്സ് ആൻഡ് യു ബിക്കം എൻ ACCA ക്വാളിഫൈഡ്, ACCA അഫിലിയേറ്റ് ആയി മാറുന്നു. ഓക്കെ, സോ ക്ലാസ്സസ് നമുക്ക് ഓൺലൈൻ ആയിട്ടും ഉണ്ട്, ഓഫ്ലൈൻ ആയിട്ടും ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ആർ ബീങ് പ്രൊവൈഡഡ് ഫ്രീ. അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സസ് നമുക്ക് കൊച്ചി ആൻഡ് കാലിക്കറ്റ് രണ്ടിടത്തും ഉണ്ട്. സോ ബാക്കിയുള്ള അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, ACCA സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം,
ഇതൊക്കെ നമ്മുടെ കോർ ഏരിയ ആണ്. നമ്മുടെ ക്ലാസ്സിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ടൈം മാനേജ്മെന്റ് കുറെ കുട്ടികൾക്കുള്ള പ്രശ്നമാണ്. ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്താൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡീൽ ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് എന്ത് മാത്രമാണ്? ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് മാത്രമേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടുള്ളൂ. ബാക്കി റിസോഴ്സസ് ആവട്ടെ, ബാക്കി സപ്പോർട്ട് ആവട്ടെ, എവറിത്തിങ് ഇസ് ഫ്രം ആ സൈഡ്. ഫൈൻ. സോ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ്ലി ഫേസ് ചെയ്യാനുള്ളത് ആകെ ഉള്ളത് നോളജ് ലെവലാണ്. സോ നൗ യു ഹാവ് ടു ഓൺലി തിങ്ക് അബൌട്ട് യുവർ നോളജ് ലെവൽ. പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആകെ ആലോചിക്കേണ്ടത് എന്താണ്? ഈ ഫസ്റ്റ് ലെവലായ നോളജ് ലെവലാണ്. ഇതിൽ ഇന്ന് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട്, ഐ മീൻ നോട്ട് ഫുള്ളി ബട്ട് കുറച്ചൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ദ ഫസ്റ്റ് പേപ്പർ വിച്ച് ഇസ് ബിസിനസ് ആൻഡ് ടെക്നോളജി. ഈ പേപ്പർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കിയുള്ള അതർ പേപ്പേഴ്സ്, അതായത് നോളജ് ലെവലിൽ വരുന്ന നെക്സ്റ്റ് പേപ്പേഴ്സ് നമ്മളെ അപ്കമിങ് ഈ പാത്വേ സീരീസിലുള്ള അപ്കമിങ് ഡേയ്സിൽ എന്ത് ചെയ്യും, കവർ ചെയ്യുന്നതായിരിക്കും. സോ ടുഡേ വി വിൽ ബി ഫോക്കസിങ് കംപ്ലീറ്റ്ലി ഓൺ ബിസിനസ് ആൻഡ് ടെക്നോളജി. ഓൺലൈൻ ക്ലാസിന്റെ ഹാസ് ഒക്കെ എന്താണ്, നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈസിലി പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ ഓട്ടോമാറ്റിക് എന്താണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. നിങ്ങൾ ബേർഡൻ ആക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു സ്പേസ് തരാതെ ക്ലാസ്സസ് സെറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. എവറിത്തിങ് വിൽ ബി ഡൺ വെരി ഈസിലി സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു വർക്ക് ഇൻ യുവർ ഓൺ പേസ്. യെസ്, ബി ടിയുടെ മാർക്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഞാൻ ഫെർദർ എന്ത് ചെയ്യും, മൂവ് ചെയ്യുമ്പോൾ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. സോ ഐ വിൽ ബി ഇൻക്ലൂഡിങ് ദാറ്റ്. ഓക്കെ, ഫൈൻ. സോ ദിസ് വാസ് റിഗാർഡിംഗ് ദി നമ്പർ ഓഫ് പേപ്പേഴ്സ്, ഏതൊക്കെ പേപ്പേഴ്സ് ഉണ്ടെന്നുള്ളതൊക്കെ. സോ നൗ നമ്മുടെ സോൾ കോൺസെൻട്രേഷൻ ഇസ് ഓൺ ദി ഫസ്റ്റ് പേപ്പർ വിച്ച് ഇസ് ബിസിനസ് ആൻഡ് ടെക്നോളജി. സോ ടുഡേ ആർ പേപ്പർ ഇസ് ബിസിനസ് ആൻഡ് ടെക്നോളജി വിച്ച് ഇസ് F1. ഇന്നും നാളെ ആയിട്ടായിരിക്കും ഞാൻ ബിസിനസ് ആൻഡ് ടെക്നോളജി കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, സോ ദാറ്റ് നിങ്ങൾ ACCA ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാം, ക്ലാസ്സസിലോട്ടേക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സെഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. So let's begin with the first paper in the knowledge level, that is business and technology. Okay, fine. Business and technology, as many of them have asked, എത്ര മാർക്സിന്റെ പേപ്പർ ആണ്, എങ്ങനെയാണ് BTയുടെ കാര്യങ്ങൾ എന്നൊക്കെ കുറെ പേര് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആൻസർ ഫോർ ദാറ്റ് ഇസ് ഹിയർ. ഓക്കെ, സോ BTയുടെ എക്സാം സ്ട്രക്ചർ, BT വിച്ച് ഇസ് ബിസിനസ് ആൻഡ് ടെക്നോളജി, ഈ ഒരു പേപ്പറിന്റെ എക്സാം സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ACCയുടെ പേപ്പേഴ്സും ടോട്ടൽ 100 മാർക്സിലാണ്. സോ നിങ്ങളുടെ ടോട്ടൽ മാർക്സ് എത്രയിലാണ്? ഓൾവേസ് ഇറ്റ്സ് ഔട്ട് ഓഫ് 100. സോ നിങ്ങളുടെ എക്സാംസ്, ACCയുടെ എല്ലാ എക്സാംസും ഔട്ട് ഓഫ് 100 തന്നെയാണ് വരുന്നത്. ടോട്ടൽ മാർക്സ് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് 100. ഫൈൻ. ഇതില് നിങ്ങൾക്ക് മിനിമം എത്ര മാർക്സേ വേണ്ടുള്ളൂ നിങ്ങൾക്ക് ഈ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ? ഹാഫ് മാർക്ക് വിച്ച് ഇസ് 50 മാർക്സ്. സോ വിത്ത് 50 മാർക്സ് യു ആർ ഏബിൾ ടു ക്ലിയർ ദി പേപ്പർ. സോ ടോട്ടൽ 100 മാർക്സിന്റെ പേപ്പേഴ്സ് ആണ് നിങ്ങൾ ACCയിലെ എല്ലാ ലെവൽസിലും ഉണ്ടാവുക. അതിൽ 50 മാർക്സ് ആണ് നിങ്ങളുടെ മിനിമം പാസ് മാർക്ക്. സോ 50 മാർക്സ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ക്ലിയർ ദാറ്റ് പേപ്പർ. ഇനി ഈ 50 മാർക്സ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കില്ലേ, 100 മാർക്കിന്റെ പേപ്പർ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. ഓൺലി പുട്ട് ഇൻ യുവർ എഫേർട്ട്, അത്ര മാത്രമേ വേണ്ടുള്ളൂ. സോ എല്ലാ പേപ്പേഴ്സും 100 മാർക്സിന്റെ ആണ്. സോ ബേസിക്കലി നോളജ് പേപ്പറും എന്താണ്, 100 മാർക്സിന്റെ തന്നെയാണ്. ഓക്കെ, ഇനി ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ നോളജ് ലെവലിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ നോളജ് ലെവലിലുള്ള പേപ്പറും ഈ ഒരു പർട്ടിക്കുലർ പേപ്പറും, നോളജ് ലെവലിലുള്ള ഈ 3 പേപ്പേഴ്സും സ്കിൽസിലുള്ള ഈ ഒരു ഫസ്റ്റ് പേപ്പറും, അതിനൊരു സംതിങ് സ്പെഷ്യൽ ഉണ്ട്. എന്താണ്? ദോസ് എക്സാംസ്, അതിന്റെ എക്സാംസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഓൺ ഡിമാൻഡ് ആയിരിക്കും. ഈ ഓൺ ഡിമാൻഡ് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങളിപ്പോ ചോദിക്കുമായിരിക്കും. സോ ദി ആൻസർ ഫോർ ദാറ്റ് ഇസ്, ഓൺ ഡിമാൻഡ് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു, യു സ്റ്റഡി വെൽ, യു ആർ കോൺഫിഡന്റ് ഇനഫ് ടു ഫേസ് ദി എക്സാം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു, നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കുന്നു, ഐ മീൻ യു ജോയിൻ ഓർ യു രജിസ്റ്റർ ഫോർ ദി എക്സാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സാംസ് എഴുതുന്നു. നമ്മുടെ ACCയുടെ എല്ലാ എക്സാംസും CBE എക്സാംസ് ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാംസ് ഒക്കെ നമ്മുടെ എല്ലാ എക്സാംസും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാംസ് എഴുതുമ്പോൾ ഓക്കെ, സോ ഓൺ ഡിമാൻഡ് എക്സാംസ് ആവുന്ന സമയത്ത്
നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നു ആൻഡ് ഓൺ ദി സ്പോട്ട് വൺസ് യുവർ എക്സാം ഇസ് ഡൺ യു ഹാവ് യുവർ റിസൾട്ട്സ് ഔട്ട്. അതായത് നിങ്ങൾ സക്സസ്ഫുള്ളി ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ കംപ്ലീറ്റഡ് ആണ്. സോ അതാണ് ഈ ഒരു ബിസിനസ് ആൻഡ് ടെക്നോളജി എന്നുള്ള പേപ്പറിന്റെ എക്സാം സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ. സോ ടോട്ടൽ 100 marks, പാസ് മാർക്ക് ഇസ് 50 ആൻഡ് ഇറ്റ്സ് എൻ ഓൺ ഡിമാൻഡ് എക്സാം. ഓക്കെ, സോ നിങ്ങളുടെ ബിസിനസ് ആൻഡ് ടെക്നോളജി പേപ്പറിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഡിവൈഡഡ് ഇൻ ടു 2 പോർഷൻസ്. അതായത് നിങ്ങൾ എക്സാമിന് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ഉണ്ടാവും, അതായത് ഫസ്റ്റ് സെക്ഷൻ ആൻഡ് സെക്കൻഡ് സെക്ഷൻ. ഇനി നിങ്ങളുടെ എക്സാംസ് ഒക്കെ നോളജ് ലെവലിലുള്ള എല്ലാ എക്സാംസും MCQ മോഡലാണ്. അതായത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഒന്നുമില്ല, എല്ലാം MCQ മോഡലാണ്. സോ ദാറ്റ് ഓൾസോ ബിക്കംസ് ആൻ അട്രാക്റ്റീവ് ഫീച്ചർ ഓഫ് ദി നോളജ് ലെവൽ പേപ്പർ. സോ MCQ മോഡലാണ്, അതായത് നിങ്ങൾക്ക് എന്ത് വരും, ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, യു ഹാവ് ടു ജസ്റ്റ് സെലക്ട് യുവർ ആൻസേഴ്സ്. സോ ഇതാണ് എന്ത് നിങ്ങളുടെ ഒരു ഓവറോൾ സ്ട്രക്ചർ, എക്സാം സ്ട്രക്ചർ ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജി. ഫൈൻ. സോ എക്സാം സ്ട്രക്ചർ ഇസ് ഡൺ. ഇനി നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ബിസിനസ് ആൻഡ് ടെക്നോളജി. ബിസിനസ് ആൻഡ് ടെക്നോളജി പേപ്പറിൽ നമ്മൾ ജനറലി കുറച്ച് കാര്യങ്ങളായിരിക്കും പഠിക്കുക. അതായത് ഹൗ എ ബിസിനസ് ഇസ് റൺ, എന്താണ് ഇനീഷ്യലി വാട്ട് ഇസ് എ ബിസിനസ്, ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ആ ഒരു ബിസിനസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ഒരു ബിസിനസ്സിനകത്തുള്ള ലീഡേഴ്സ് ആരൊക്കെയാണ് ഒരു ബിസിനസ്സിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആ ഒരു ബിസിനസിന്റെ ലീഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഒരു ബിസിനസിനെ എഫക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിൽ ഡീൽ ചെയ്യുന്നത്. ഈ ഒരു പേപ്പർ ആക്ച്വലി ഒരു വണ്ടർഫുൾ ബേസ് പേപ്പർ ആണ്. ബിക്കോസ് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പേപ്പർ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് യു ഗെറ്റ് എൻ ഓവർവ്യൂ, യു ഗെറ്റ് എ കംപ്ലീറ്റ് നോളേജ് റിഗാർഡിംഗ് വാട്ട് ഇസ് എ ബിസിനസ്, ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, റിലേറ്റഡ് ടു ഓൾ ദി മാറ്റേഴ്സ്. അതായത് എല്ലാ ഏരിയാസും ഒന്ന് ഈക്വലി ടച്ച് ചെയ്തു പോകുന്ന ഒരു പേപ്പർ തന്നെയാണ് എന്ത് ബിസിനസ് ആൻഡ് ടെക്നോളജി. So you have many general things to study here and it's a complete theory paper. So ACCA il ningalku mix of theory and numerical papers undu. Business and technology is completely a pure theory paper, but it's very interesting because theory paper ആയാലും നിങ്ങൾക്കൊരു ബേസ്, ഒരു കംപ്ലീറ്റ് ഫൗണ്ടേഷൻ നോളജ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പേപ്പറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫൈൻ. ഇനി ബിസിനസ് ആൻഡ് ടെക്നോളജിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പേപ്പേഴ്സിനും ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില സിലബസ് ഏരിയാസ് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിമിലർലി ബിസിനസ് ആൻഡ് ടെക്നോളജിയിലും അങ്ങനെയുള്ള സിലബസ് ഏരിയാസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ബിസിനസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്കുള്ളത് 6 മെയിൻ ഏരിയാസ് ആണ്, 6 മെയിൻ സിലബസ് ഏരിയാസ് ആണ്. ദ ഫസ്റ്റ് സിലബസ് ഏരിയ ഇസ് വാട്ട് ഇസ് എ ബിസിനസ് ഓർഗനൈസേഷൻ, എന്താണ് ഒരു ബിസിനസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിന്റെ ചുറ്റുമുള്ള എക്സ്റ്റേണൽ എൻവയൺമെന്റ് ഒക്കെ ഒരു ബിസിനസിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് ജനറൽ കാര്യങ്ങൾ. ആസ് വി മൂവ് ഫർദർ വി ഹാവ് അനദർ തിങ് കോൾഡ് ആസ് ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന അതിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ റണ്ണിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ വി ഓൾസോ ഡീൽ വിത്ത് ദ തേർഡ് സിലബസ് ഏരിയ, അതായത് ഒരു ബിസിനസിന്റെ അകത്ത് ടെക്നോളജി എത്രമാത്രം യൂസ്ഫുൾ ആണ്, ഹൗ ഇസ് ടെക്നോളജി യൂസ്ഡ് ഇൻ ബിസിനസ്, എങ്ങനെയാണ് ഒരു കമ്പനി റെഗുലേഷൻസ് ഫോളോ ചെയ്ത് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നത്, അവിടുത്തെ വർക്കേഴ്സിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള കസ്റ്റമേഴ്സിന്റെ ഡേറ്റാസ് ഒക്കെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എവിടെ നിങ്ങളുടെ തേർഡ് സിലബസ് ഏരിയയിൽ നമ്മൾ നോക്കുന്നത്. ദെൻ മൂവിങ് ഓൺ ഫോർത്ത് ഏരിയയിൽ ബേസിക്കലി ഒരു ബിസിനസ്സിൽ കാണുന്ന ലീഡർഷിപ്പ് സ്കില്ല്, ലീഡർഷിപ്പ് എങ്ങനെയാണ്, who are managing the company അല്ലെങ്കിൽ who is managing a business, എങ്ങനെയാണ് അവരൊരു ബിസിനസിനെ മാനേജ് ചെയ്യുന്നത്, അതിന്റെ അകത്തുള്ള എല്ലാ ഒരു എന്താ പറയാ റണ്ണിങ് ഓഫ് എ ബിസിനസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നതാണ് ഫോർത്ത് സിലബസ് ഏരിയ. ഫിഫ്ത്ത് ഏരിയ ഡീൽസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ. ബേസിക്കലി അതായത് ഒരു ബിസിനസ്സിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ബിസിനസ്സിന് കുറെ ഡൗൺഫോൾസ് ഫേസ് ചെയ്യേണ്ടി വരും. സോ എത്രമാത്രം റോബസ്റ്റ് ആണ് ഒരു കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ്സിലെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ഏരിയ ആണ് ദ ഫിഫ്ത്ത് സിലബസ് ഏരിയ. ലാസ്റ്റ് ഏരിയ ഇസ് പ്രൊഫഷണൽ എത്തിക്സ്. എത്തിക്സ് എന്ന് പറഞ്ഞ സംഭവം, അതായത് ഒരു ബിസിനസ് നമ്മൾ എന്തുമായിട്ട് ഒരു ബിസിനസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് ഫോളോ ചെയ്യേണ്ട സർട്ടൻ എത്തിക്സ്, അതായത് ഇന്റഗ്രിറ്റി, അതായത് ഹോണസ്റ്റി ആയിരിക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വാസ് യുവർ സിലബസ് ഏരിയ. ഓരോ സിലബസ് ഏരിയയിലും യു ഹാവ് സ്മോൾ ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആൻഡ് ദെൻ you will have a great idea of what is a business, how a business is run, what affects a business, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ.
സോ ഇതാണ് നിങ്ങളുടെ മെയിൻ സിലബസ് ഏരിയ. ഫൈൻ. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് വാട്ട് ഈസ് എ ബിസിനസ്, എന്തൊക്കെ ടൈപ്പിലുള്ള ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുക. ആൻഡ് ഹോപ്പ്ഫുള്ളി ഈ സെഷൻ കഴിയുന്നതിനോടുകൂടി യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ട് ബിസിനസ് എന്നൊക്കെ. സോ ബിസിനസ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സെഷനോടുകൂടി കംപ്ലീറ്റ് ചെയ്യും. ഫൈൻ. സോ ലെറ്റ്സ് ബിഗിൻ. വാട്ട് ഈസ് എ ബിസിനസ് ഓർഗനൈസേഷൻ? നിങ്ങളൊക്കെ കുറെ തവണ കേട്ടിട്ടുണ്ടാവും ബിസിനസ് ഇങ്ങനെയാണ്, നമ്മൾ ബിസിനസ്സസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ എന്താണ് ആക്ച്വലി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ പ്യൂർലി എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി അവിടെ ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും. എന്താ ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ആൾക്കാർ ഒരുമിച്ച് ഒരു ടീമായിട്ട്, കുറെ പേര് ഒരുമിച്ച് ഒരു ടീമായിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരു സംഭവമാണ് എന്ത്, ഓർഗനൈസേഷൻ. കാരണം കുറെ പേര് ഒരുമിച്ച് ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ സോഷ്യൽ അറേഞ്ച്മെന്റ്. ഇനി ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് മാത്രം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഓർഗനൈസേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? നോ. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയും അതേപോലെ എന്തിനാണ് ഇവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്? ഫൈനലി അൾട്ടിമേറ്റ്ലി നമ്മുടെ മനസ്സിൽ ഒരു ഗോൾ ഉണ്ടാവും അച്ചീവ് ചെയ്യാൻ. സോ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേര്, കുറെ ഇൻഡിവിജ്വൽസ് ഒരു ടീമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അവര് കുറച്ച് സിസ്റ്റംസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് എന്ത് വിളിക്കുക, ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക. സോ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കണമെന്നോ എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ ആവണമെങ്കിൽ അവിടെ ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് വേണം. സോഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ഒക്കെ പരസ്പരം എന്ത് ചെയ്യണം, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ടീമായിട്ട് വർക്ക് ചെയ്തിട്ട് അവർ എന്ത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം, പെർട്ടിക്കുലർലി ഒരു എയിം ഉണ്ടായിരിക്കണം. ഒരു എയിം ഉണ്ട് മുന്നില്, അതിനു വേണ്ടിയിട്ട് എല്ലാ ഇൻഡിവിജ്വൽസും ടീമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വർക്ക് ചെയ്യുമ്പോൾ അവര് പെർട്ടിക്കുലർ പോളിസീസ്, പെർട്ടിക്കുലർ റൂൾസ്, പെർട്ടിക്കുലർ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിനെയാണ് എന്ത് വിളിക്കുക, ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക. സോ ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് എൻ ഓർഗനൈസേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു സേ അവിടെ കുറെ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, ദേ വർക്ക് ആസ് എ ടീം ടു അച്ചീവ് ഗോൾസ്. ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പോകുന്ന സമയത്ത് ദേ എൻഷുർ ദാറ്റ് ദേ ഫോളോ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിനെയാണ് എന്ത് വിളിക്കുക, ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക. ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് യുവർ ബേസ്. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് ഫർദർ. സോ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു അറേഞ്ച്മെന്റ് ആണ് ടു അച്ചീവ് ഗോൾസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഫൈൻ. അടുത്തത് ഏതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ? നമ്മൾ പറഞ്ഞല്ലോ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞല്ലോ. ഇനി ബിസിനസ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്? യു ഹാവ് ഡിഫറെന്റ് ടൈപ്സ്, അല്ലെങ്കിൽ യു ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അതില് കുറച്ച് ഫ്യൂ എക്സാമ്പിൾസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ കോമൺലി നമ്മൾ കേൾക്കുന്ന പേരാണ് എന്ത്, സോൾ ട്രേഡർ ബിസിനസ്. നോർമലി പല ടൈപ്പിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിലുണ്ട്. അതിൽ ഫസ്റ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഇത് സോൾ ട്രേഡർ ബിസിനസ് അല്ലെങ്കിൽ സോൾ പ്രൊപ്രേറ്റർഷിപ്പ്. സെക്കൻഡ് അല്ലെങ്കിൽ അനദർ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് പാർട്ട്ണർഷിപ്പ്. നിങ്ങൾ ഇതൊക്കെ നോർമൽ ടേംസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബട്ട് വിൽ ബി ജസ്റ്റ് ഗോയിങ് ത്രൂ വാട്ട് ആർ ദി കോണ്ടന്റ് ഇൻ ദിസ്. സോ ഫസ്റ്റ് ഇസ് സോൾ ട്രേഡർ ബിസിനസ്, സെക്കൻഡ് വൺ ഇസ് പാർട്ട്ണർഷിപ്സ്, പിന്നെ തേർഡ് യു ക്യാൻ സേ ഇറ്റ് ആസ് എ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനദർ ടൈപ്പ് ഇസ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ്. പിന്നെ നമുക്ക് എന്തുണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ആൻഡ് യു ഹാവ് കമ്പനീസ്. സോ കുറെ ടൈപ്പിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത്, ഇതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫർദർ പഠിക്കാം. സോ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ ദർ ആർ മെനി. ഐ ഹവ് ജസ്റ്റ് മെൻഷൻ എ ഫ്യൂ ഹിയർ. ഞാൻ ഇവിടെ വളരെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ ഫർദർ മൂവ് ചെയ്യുന്ന സമയത്ത് വി വിൽ ലേൺ what are the differences between all these organizations. ഇതൊക്കെ ഓർഗനൈസേഷൻസ് ആണ്. all of this is organization, but there are slight differences between them. Okay, so first തന്നെ നമുക്ക് എന്ത് ചെയ്യാം,
ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ട് ഡീൽ ചെയ്യുക. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ഡെഫിനറ്റ്ലി വാട്ട്? സോൾ ട്രേഡർ ബിസിനസ്. ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ടൈപ്പ് ആണ് ഇത് സോൾ ട്രേഡർ ബിസിനസ്, ഓർ ഇൻ അതർ വേർഡ്സ് കോൾഡ് ആസ് സോൾ പ്രൊപ്രേറ്റർഷിപ്പ്. സോൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എന്ത്? വൺ. സോ എങ്ങനെയുള്ള ബിസിനസ് ആണ് ഒരു സോൾ ട്രേഡർ ബിസിനസ്? an ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ബൈ വൺ പേഴ്സൺ. അവിടെ ഒരൊറ്റ ഓണറേ ഉണ്ടാവുള്ളൂ. വൺ സിംഗിൾ പേഴ്സൺ ആണ് അവിടുത്തെ ഓണർ, മെയിൻ ആയിട്ടുള്ള ആള്. ഹി ഇസ് ദ വൺ ഹു ഓൺസ് ദി ബിസിനസ് ആൻഡ് ഹു റൺസ് ദി ബിസിനസ്. ഒരു ബിസിനസ് ഒറ്റയ്ക്ക് ഒരാള് ഇൻഡിവിജ്വലി അതിനെ ഓൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ അതിനെ റണ്ണും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ്, അങ്ങനെയുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനെയാണ് എന്ത് വിളിക്കുക? സോൾ ട്രേഡർ ബിസിനസ്. അങ്ങനെയുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളെയാണ് എന്ത് വിളിക്കുക നമ്മൾ? സോൾ ട്രേഡർ അല്ലെങ്കിൽ സോൾ പ്രൊപ്രേറ്റർ. സോ വാട്ട് ഇസ് എ സോൾ ട്രേഡർ ബിസിനസ്? എ ബിസിനസ് വിച്ച് ഇസ് റൺ ബൈ വൺ പേഴ്സൺ. അതായത് ഒരു പേഴ്സൺ ആണ് അതിനെ ഓൺ ചെയ്യുന്നതും റൺ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മെജോറിറ്റി തീരുമാനങ്ങളും ഡിസിഷൻസും എല്ലാം എടുക്കുന്നത് ആ ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ ഹി ഇസ് കോൾഡ് ആസ് ദി സോൾ ട്രേഡർ. ഈ ഒരു ബിസിനസ് അറേഞ്ച്മെന്റിനെയാണ് എന്ത് വിളിക്കുക? സോൾ ട്രേഡർ ബിസിനസ്. യെസ്. Another point is being mentioned there related to sole trader, something called as unlimited liability. We will be discussing that further. Okay. ഇനി സോൾ ട്രേഡർ ബിസിനസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവിടെ ഒരൊറ്റ ഓണറേ ഉണ്ടാവുള്ളൂ. ഹി ഈസ് ദി വൺ ഹു മേക്സ് ഓൾ ദി ഡിസിഷൻ. ഓക്കെ. പക്ഷേ there's a chance of him employing staffs. അതായത് അവിടെ ഒരൊറ്റ ഓണറേ ഉണ്ടാവുള്ളൂ, പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ താഴെ എന്ത് ചെയ്യാം? എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫ്സിനെ എന്ത് ചെയ്യാം? നിയമിക്കാം. So he can employ staffs under him. Why? In order to make work easier. So owner ആരെന്നെയാണ്? That single person, that is the sole trader. But he can employ staffs below him so that work can be done much more easily. കാരണം ഒരൊറ്റ ഓണർ ബിസിനസ് കുറച്ച് വലുതാവുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ആ ഓണറിന് ചിലപ്പോൾ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഓണറിന് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഹി നീഡ്സ് ഹെൽപ്പ്. ഹെൽപ്പിന് വേണ്ടിയിട്ട് വാട്ട് ഹി കൻ ഡു ഇസ് ഹി കൻ എംപ്ലോയ് സ്റ്റാഫ്സ് ബിലോ ഹിം അല്ലെങ്കിൽ എംപ്ലോയീസ് ബിലോ ഹിം ആൻഡ് ദെൻ ഹിസ് വർക്ക് വിൽ ബി മച്ച് മോർ ഈസിയർ. യെസ്, ഇത് +2 നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ദിസ് ഇസ് വാട്ട് യു ഹാവ് ഇൻ ബിസിനസ് ആൻഡ് ടെക്നോളജി. ഇനി സ്റ്റാഫ്സിനെ എംപ്ലോയ് ചെയ്യാം. ഇനി ഈ ഒരു ബിസിനസ് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിലേക്കുള്ള ഫുൾ റൈറ്റ് ആയിരിക്കാണ്? ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ ഒരു ഓണർക്കാണ്. സോ എനി പ്രോഫിറ്റ്സ് മെയ്ഡ് ഇറ്റ്സ് ഓൾ ഫോർ ഹൂം? ദാറ്റ് സോൾ ട്രേഡർ. സോ ഹി ഈസ് വെരി ഹാപ്പി. കാരണം ആരുമായിട്ടും ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആരുമായിട്ടും ഈ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടാത്തത് കൊണ്ട് തന്നെ എന്താണ്? ദ സോൾ ട്രേഡർ ആയിട്ടുള്ള ആ ഒരു പേഴ്സൺ ബിക്കംസ് വെരി ഹാപ്പി. ബട്ട് സിമിലർലി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഹി ഗെറ്റ്സ് ഓൾ. അയാൾക്ക് എന്ത് ചെയ്യും? ആ പ്രോഫിറ്റ് ഫുള്ളി കിട്ടും. ബട്ട് ലോസസ് ആണെങ്കിലോ? ഹി ഈസ് ദി പേഴ്സൺ ഹു ഹാസ് ടു ബെയർ ഇറ്റ്. ലോസ് ആണെങ്കിൽ അയാൾ തന്നെ എന്ത് ചെയ്യണം? അത് കംപ്ലീറ്റ്ലി ബെയർ ചെയ്യണം. ആൻഡ് ഇറ്റ് ബിക്കംസ് എ ബേർഡൻ. അത് ബെയർ ചെയ്തേ പറ്റുള്ളൂ. സോ പ്രോഫിറ്റ് ആണെങ്കിൽ ഹി റിസീവ്സ് ഇറ്റ് ഓൾ, ലോസ് ആണെങ്കിൽ ഹി ഹാസ് ടു ബെയർ ഓൾ ദ ലോസസ്. ഫൈൻ. ഇനി ഈ ലോസിന്റെ കാര്യം സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ ടേം പറയുന്നത്. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളൊരു വാക്ക് നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. അൺലിമിറ്റഡ് ലയബിലിറ്റി, അതായത് ഒരു സോൾ ട്രേഡർ ബിസിനസ്സിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് കാണാന്നുള്ളത്. ഓക്കെ, ഈ വേർഡ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അതായത് നമ്മളൊരു സോൾ ട്രേഡർ ബിസിനസ്, ഒരു ചെറിയ ബിസിനസ്, അതായത് ഒറ്റൊരാള് ഓൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സപ്പോസ് എന്തെങ്കിലും ഒരു സ്മോൾ വെജിറ്റബിൾ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയെന്ന് വിചാരിക്കാം. ഇറ്റ്സ് എ സോൾ ട്രേഡർ ബിസിനസ്. ഫൈൻ. അവിടെ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് വെജിറ്റബിൾസ് ഒക്കെ സെല് ചെയ്തിട്ട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദിസ് പേഴ്സൺ ഗെറ്റ്സ് ഇറ്റ് ഓൾ. അതായത് ഓണറിനായിരിക്കും ആ പ്രോഫിറ്റ് ഒക്കെ കിട്ടാം. ഇനി സപ്പോസ് എന്ത് സംഭവിച്ചു? ലോസസ് ഇൻകർ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ഒരു ഷോപ്പിൽ നിന്ന് എന്ത് സംഭവിച്ചു? ലോസസ് മാത്രമേ വരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഒരു ടൈമിന് ശേഷം എന്താണ്? ലോസസ് ഹൈ ആവുമ്പോ ദി ഓണർ ഹാസ് നോ അതർ ഓപ്ഷൻസ് ബട്ട് ടു മേ ബി ക്ലോസ് ഡൗൺ. കാരണം ഒരു പരിധിക്ക് അപ്പുറത്തോട്ടേക്ക് ലോസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരൊറ്റ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബെയർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഹി നീഡ്സ് ടു ക്ലോസ് ഡൗൺ ദി ബിസിനസ്. ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പുറമേ ഇയാൾ കുറെ ആൾക്ക് എന്ത് ചെയ്യാനുണ്ട്? കാശ് കൊടുക്കാനുണ്ട്. വൈ? ബിക്കോസ് അയാൾ ഫുൾ കടത്തിലാണ്. ഹി ഹാസ് ഇൻകർഡ് സോ മെനി ലോസസ്, സോ ഹി കുഡന്റ് പേ
അതായത് ഈ വെജിറ്റബിൾസ് ഒക്കെ ഇറക്കി സപ്ലയറിൽ നിന്ന് കൊണ്ടുവന്നപ്പോ ഈ സപ്ലയേഴ്സിനൊക്കെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്, ഇതൊക്കെ പെൻഡിങ് ആണ്. മേ ബി ആ ഒരു ഷോപ്പിന്റെ റെന്റ് ഒക്കെ പെൻഡിങ് ആണ്. സോ വാട്ട് ഹാപ്പൻസ് ദർ ഇസ്, ഈ പേയ്മെന്റ് ഒക്കെ എന്താണ് ഈ പറഞ്ഞ ഓണർ കൊടുക്കാനുണ്ട്. ബട്ട് ഓണറിന് വേറൊരു വഴിയില്ല, ഹി ഹാസ് ടു ക്ലോസ് ഡൗൺ ദി ബിസിനസ് ബിക്കോസ് ഇറ്റ്സ് ഇൻകറിങ് ഹൈ ലോസസ്. ആ സമയത്ത് എന്ത് ചെയ്യണം? ലോസ് ആണെങ്കിൽ പോലും ഓണർ എന്ത് ചെയ്യണം? അവരുടെ ബിസിനസ്സിലുള്ള സകല കാര്യങ്ങളും വിറ്റൊഴിവാക്കിയിട്ട് വാട്ട് ഹി ഷുഡ് ഡു, ഹി നീഡ്സ് ടു യൂസ് ഹിസ് സോ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ് ഞാനിപ്പോ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തത്, നമ്മള് ഒരു വെജിറ്റബിൾ ഷോപ്പില് ഡെഫിനറ്റ്ലി ലോസസ് ഇൻകർ ചെയ്ത് തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ കാശുണ്ടാവില്ല. ബട്ട് ഹി ഹാസ് നോ ഓപ്ഷൻ. അയാളുടെ പേഴ്സണൽ സേവിങ്സ്, അതായത് പേഴ്സണൽ അസറ്റ്സ്, പേഴ്സണൽ സേവിങ്സ് വെച്ചിട്ടെങ്കിലും ഈ കടങ്ങൾ വീട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ എവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്? ഒരു സോൾ ട്രേഡർ ബിസിനസ്സിൽ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അതായത് അയാളുടെ കടങ്ങൾ, അതായത് ബാധ്യതകൾ, ഒബ്ലിഗേഷൻ, അതിനെയാണ് എന്ത് വിളിക്കുക നമ്മള്? ലയബിലിറ്റി. സോ ലയബിലിറ്റി മീൻസ് ഒബ്ലിഗേഷൻ. ഈ ഒബ്ലിഗേഷൻ അയാൾ മീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഈ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി ഹാസ് ടു ഡു വാട്ട് എവർ ഹി ക്യാൻ. അതായത് ബിസിനസ്സിലുള്ള സാധനങ്ങൾ വിറ്റൊഴിവാക്കുകയോ അല്ലെങ്കിൽ ആ മൊത്തത്തിൽ ആ ഷോപ്പ് ഒഴിവാക്കുകയോ ചെയ്തിട്ട് ആ കടങ്ങൾ വീടിയില്ലെങ്കിൽ പോലും അയാളുടെ പേഴ്സണൽ സേവിങ്സ് കൊണ്ടുവന്നിട്ടെങ്കിലും ഈ കടങ്ങൾ വീടിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സോൾ ട്രേഡറിന് അയാളുടെ ലയബിലിറ്റി, അതായത് ഒബ്ലിഗേഷൻ, ബാധ്യത എപ്പോഴും എന്താണ്? അൺലിമിറ്റഡ് ആണ്. അതിനൊരു ലിമിറ്റും ഇല്ല. വിച്ച് മീൻസ് ലോസ് ആണെങ്കിൽ പോലും അയാളുടെ കടങ്ങൾ അയാൾ വീടിയേ പറ്റുള്ളൂ. എങ്ങനെ വീടണം? പേഴ്സണൽ സേവിങ്സ് കൊണ്ടുവന്നിട്ടെങ്കിലും വീടണം. ഇതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ സോൾ ട്രേഡർ ബിസിനസ്. ബിക്കോസ് ഹി ഹാസ് നോ വൺ ടു ഷെയർ വിത്ത്. നഷ്ടങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ല. സോ ലാഭങ്ങളാണെങ്കിൽ ഹി ഈസ് വെരി ഹാപ്പി, നഷ്ടങ്ങളാണെങ്കിൽ ഹി ഹാസ് ടു ബെയർ ഇറ്റ് ഓൾ. എത്ര പേരെ ബെയർ ചെയ്യണം, അല്ലെങ്കിൽ എത്ര പേരെ ആ നഷ്ടങ്ങൾ സഹിക്കണം? അൺടിൽ ആൻഡ് അൺലെസ് ഇറ്റ്സ് ഫുള്ളി സെറ്റിൽ. അപ്പൊ അയാളുടെ പേഴ്സണൽ സേവിങ്സ് വെച്ചിട്ടെങ്കിലും ഇത് സെറ്റിൽ ചെയ്തേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതാണ് അതിന്റെ റീസൺ. ഒരു സോൾ ട്രേഡർ ബിസിനസിനെ ലോയുടെ മുന്നിൽ, ഒരു സോൾ ട്രേഡർ ബിസിനസിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആ ഓണർ എന്ന് പറയുന്നത് ആ ബിസിനസ് ആണ്, ആ ബിസിനസ് എന്ന് പറയുന്നത് ആ ഓണർ ആണ്. അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് അല്ല, ലൈക്ക് ലീഗലി അവരെന്താണ്? ഒന്നാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സോൾ ട്രേഡർ ബിസിനസിനെ എന്ത് ചെയ്യുന്നത്? വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോ ഒരു സോൾ ട്രേഡർ ബിസിനസ് എന്ന് പറയുമ്പോൾ ആ ഓണറാണ് ആ ഷോപ്പും, ആ ഓണറും ആ ഷോപ്പും എന്താണ്? ലീഗലി സെയിം ആണ്, അതായത് സെപ്പറേറ്റ് അല്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഷോപ്പിന് വന്ന നഷ്ടം എന്ന് പറയുന്നത് ഓണറിന് വരുന്ന നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഓണർ അത് സഹിച്ചേ പറ്റുള്ളൂ. ഓണർ ഹാസ് ടു യൂസ് ഹിസ് പേഴ്സണൽ സേവിങ്സ് ആൻഡ് ദെൻ സെറ്റിൽ ദീസ് ഡെറ്റ്സ്. ഇതാണ് സോൾ ട്രേഡർ ബിസിനസിനെ കുറിച്ച് പറയാനുള്ളത്. സോ സോൾ ട്രേഡർ ബിസിനസിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരൊറ്റ ബിസിനസ്, അതായത് ഹി മേക്സ് ഓൾ ദി ഡിസിഷൻ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എല്ലാം അയാൾക്കാണ്, ലോസ് ആണെങ്കിൽ അയാൾ സഹിച്ചേ പറ്റുള്ളൂ. ഈ ലോസ് ഒക്കെ ഏത് ലെവൽ വരെ സഹിക്കണം? അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് ക്ലിയർഡ്. അതിനെയാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയാ. ആൻഡ് അയാൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അയാളുടെ താഴെ സ്റ്റാഫ്സിനെ എംപ്ലോയ് ചെയ്യാം. ഇതാണ് സോൾ ട്രേഡർ ബിസിനസ്. ഫൈൻ. ഈസിലി ആർക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് സോൾ ട്രേഡർ. അതിന്റെ കുറച്ചൊരു അഡ്വാൻസ് ലെവൽ ബിസിനസ് ആണ് ഏത്? പാർട്ട്ണർഷിപ്സ്. കുറച്ചൊരു അഡ്വാൻസ് ലെവൽ ആണ് എന്ത്? പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വൺ പേഴ്സൺ അല്ല, മിനിമം 2 people കമ്മിങ് ടുഗെദർ. മിനിമം 2 ആൾക്കാര് ഒരുമിച്ച് ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? പാർട്ട്ണർഷിപ്പ് ബിസിനസ്. സോ സോൾ ട്രേഡറിന്റെ ഒരു നെക്സ്റ്റ് ഹയർ വേർഷൻ ആണ് ഇത് പാർട്ട്ണർഷിപ്പ്. സോ മിനിമം 2 people എങ്കിലും ഒരുമിച്ച് ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിസിനസിനെയാണ് എന്ത് വിളിക്കുക? പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുക. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ് ഫ്രീക്വന്റ്ലി. ഫൈൻ. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാ പാർട്ട്നേഴ്സും എന്ത് ചെയ്യും? ഷെയർ ചെയ്തെടുക്കും. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും ഷെയർ ചെയ്തെടുക്കും. ബിക്കോസ് എല്ലാവർക്കും അതിന്റെ മേലെ അവകാശം ഉണ്ട്. ഇനി എങ്ങനെയാണ് ഷെയർ ചെയ്യാന്നുള്ളതൊക്കെ ആദ്യമേ എല്ലാവരും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. സോ ലാഭങ്ങൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യും. എന്തിന്റെ ബേസിസില്? മുന്നേ അഗ്രി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം നമ്മള് ഒരു പാർട്ട്ണർഷിപ്പ്
ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ പാർട്ട്നേഴ്സിനൊക്കെ വിളിച്ച് നമ്മളൊരു മീറ്റിംഗ് ഒക്കെ വെച്ച് എന്ത് തീരുമാനിക്കും? ഓക്കെ, ലാഭം ഉണ്ടായാൽ ഇത്ര ശതമാനമാണ് നമ്മളൊക്കെ പരസ്പരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യമേ ഒരു അഗ്രിമെന്റ് ചെയ്തു വെക്കും. സോ പ്രോഫിറ്റ്സ് ആർ ഷെയർഡ് ആസ് പെർ ദി പ്രീ ഡിറ്റർമൈൻഡ് അഗ്രിമെന്റ്. ഓക്കെ അല്ലേ? ഇനി പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് സിമിലർലി ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ലോസ് ഷെയർ ചെയ്യാനും ഒരാളുണ്ട്. നേരത്തെ കേസിൽ ലോസ് അയാൾ തന്നെ ഒറ്റൊരാൾ തന്നെ അത് സഹിച്ചേ പറ്റുള്ളൂ. ഈ ഒരു കേസിൽ ലോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് മെനി പീപ്പിൾ അല്ലെങ്കിൽ മെനി പാർട്ട്നേഴ്സ് ദേ. സോ ബേർഡൻ ഇച്ചിരി കുറഞ്ഞു, അതിന്റെ ആ ഒരു വെയിറ്റേജ് ഇത്തിരി കുറഞ്ഞു. ഇതാണ് പാർട്ട്ണർഷിപ്പിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഇനി അതുകൂടാതെ എനിക്ക് കാണാം ഇഷ്ടം പോലെ ഫണ്ട്സ് കൊണ്ടുവരാൻ, വെരി ഗുഡ് ഫിജാസ്, ഇഷ്ടം പോലെ ഫണ്ട് കൊണ്ടുവരാനുള്ള ഒരു സ്കോപ്പ് ആണ് ഇതിൽ പാർട്ട്ണർഷിപ്പിലുള്ളത്. സോൾ ട്രേഡർ എന്ന് പറയുമ്പോൾ അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഫണ്ടിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് മേ ബി അയാൾ പേഴ്സണൽ സേവിങ്സ് കൊണ്ടുവരാം, അയാൾക്ക് ചെറിയ ലോണുകളൊക്കെ കിട്ടുള്ളൂ. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ കുറെ പേര് വന്നു, അപ്പൊ കുറെ പേര് എന്ത് ചെയ്യും? ഫണ്ട് എന്ത് ചെയ്യും? പൂളിങ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? സോൾ ട്രേഡറിനേക്കാളും കുറച്ചധികം ഫണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസിന് എന്ത് ചെയ്യാൻ പറ്റും? റേസ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇവരെന്ത് ചെയ്യും? ഈ ഫണ്ടൊക്കെ ഇട്ടിട്ട് ഈ ബിസിനസിന് എന്ത് ചെയ്യും? സ്റ്റഡിലി മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ നിന്നുണ്ടാക്കുന്ന ലാഭങ്ങള് അവരെന്ത് ചെയ്യും? മുന്നേ തീരുമാനിച്ചു വെച്ച പോലെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ആ അഗ്രിമെന്റ് എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഈ പാർട്ട്ണർഷിപ്പില് വരുന്ന പാർട്ട്നേഴ്സ്, അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ പരസ്പരമുള്ള അഗ്രിമെന്റിനെയൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. ആസ് സമ്മൺ ഹസ് കമന്റഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്. സോ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യും. അതായത് അതിൽ എഴുതിയിട്ടുണ്ടാവും പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, ലോസ് വന്നാൽ എന്ത് ചെയ്യണം, ആരൊക്കെ എത്രയൊക്കെ എമൗണ്ട് കൊണ്ടുവരും എന്നൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് ഇത് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, ബേസിക്കലി ഈ ഒരു ഡീഡ് നമ്മള് സൈൻ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് സൈൻ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ ഭാവിയിൽ അടി, കോൺഫ്ലിക്റ്റ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നിക്കിൽ വാക്കാലെയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ എന്ത് ചെയ്യാം? ഈ ഒരു അഗ്രിമെന്റ് നമുക്ക് ഫോം ചെയ്യാം. ഫൈൻ, യെസ്, മെനി ഓഫ് ദം ഹാവ് കമന്റഡ്, വെരി ഗുഡ്. അടുത്തത്, ഇനി പാർട്ട്ണർഷിപ്പും സോൾ ട്രേഡർ ബിസിനസ് പോലെ തന്നെ എന്താണ്? ലയബിലിറ്റി അവിടെയും എന്ത് തന്നെയാണ്? അൺലിമിറ്റഡ് ആണ്. അതാണ് ഇവിടുത്തെയും മെയിൻ ഡിസഡ്വാൻറ്റേജ്. ഇനി അൺലിമിറ്റഡ് ലയബിലിറ്റി എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഐ ഹവ് ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ഇറ്റ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും ഇതേ സെയിം പ്രശ്നമുണ്ട്, എന്ത്? അൺലിമിറ്റഡ് ലയബിലിറ്റി. കമ്പനി പാർട്ട്ണർഷിപ്പ് നഷ്ടത്തിലേക്ക് പോവാണെങ്കിൽ ഈ നഷ്ടം ഈ എല്ലാ പാർട്ട്നേഴ്സും സഹിച്ചേ പറ്റുള്ളൂ, ആൻഡ് ദേ ഹാവ് ടു ബെയർ ഇറ്റ്. ഈ ലോസ് ഒക്കെ സഹിച്ചേ പറ്റുള്ളൂ. ടു വാട്ട് എക്സ്റ്റെന്റ്? അവര് പേഴ്സണൽ സേവിങ്സ് കൊണ്ടുവരേണ്ടി വന്നാലും ഇതെന്ത് ചെയ്യണം? ഈ ലോസും ഈ ഒബ്ലിഗേഷൻ, ഈ ബാധ്യതകളൊക്കെ സെറ്റിൽ ചെയ്തേ പറ്റുള്ളൂ. അതാണ് എന്ത്? അൺലിമിറ്റഡ് ലയബിലിറ്റി. എന്തുകൊണ്ട് ഈ അൺലിമിറ്റഡ് ലയബിലിറ്റി വന്നത്? ബിക്കോസ് ഈ ഒരു ബിസിനസിനെയും നമ്മൾ എന്തായിട്ടാ കാണാ? ലീഗലി വൺ ആയിട്ടാണ് കാണാ. പാർട്ട്നേഴ്സും ബിസിനസ്സും ഒന്നാണ് എന്നാണ് അവിടുത്തെയും കോൺസെപ്റ്റ്. അതായത് സെപ്പറേറ്റ് അല്ല, അവര് വൺ പേഴ്സൺ ആണ്. അതായത് പാർട്ട്നേഴ്സും ബിസിനസ്സും ഒന്നാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ദിസ് ഇസ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ലെവലാണ് ഏത്? കമ്പനീസ്. ഇതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ഏരിയ. നമ്മൾ പഠിക്കാൻ പോകുന്നതൊക്കെ മെയിൻലി ഏതിനെ കുറിച്ചായിരിക്കും? നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻസ് ഒക്കെ ഏതിനെ കുറിച്ചായിരിക്കും? മോസ്റ്റ്ലി കമ്പനീസും സോൾ ട്രേഡറും. നമ്മൾക്ക് പാർട്ട്ണർഷിപ്സ് എന്ന് പറഞ്ഞ ബിസിനസിനെ കുറിച്ചുള്ള അക്കൗണ്ടിങ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാനില്ല, ECCയിൽ പഠിക്കാനില്ല. ബട്ട് BTയിൽ നമുക്ക് ഇതിന്റെ ഒരു തിയറി സെക്ഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്തത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. ആ പേരിൽ തന്നെ ഉണ്ട് എന്ത്? ഇവിടെ ലയബിലിറ്റി എന്തായി? ലിമിറ്റഡ് ആയി. സോ ദ നെയിം ഇറ്റ് സെൽഫ് സേസ് ദാറ്റ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. അതായത് ഒരു കമ്പനിയാണ് നിങ്ങൾ ഫോം ചെയ്യുന്നതെങ്കിൽ, അതും എങ്ങനെയുള്ള കമ്പനി? ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, നോൺ ആസ് LLC. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണ് നിങ്ങൾ ഫോം ചെയ്തതെങ്കിൽ അവിടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? കടങ്ങൾ വീടിയില്ലെങ്കിൽ, ബിസിനസ് ലോസിലാണെന്ന് വിചാരിക്കുക, കമ്പനി നഷ്ടത്തിലാണ്, പൂട്ടിപ്പോകുന്ന സമയത്ത് കുറെ പേർക്ക് കമ്പനി കാശ് കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഈ കമ്പനിയുടെ ഓണേഴ്സ് ബോധേഡ് ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വൈ? ബിക്കോസ് കമ്പനിയിലുള്ള വസ്തുക്കളൊക്കെ വിറ്റിട്ട് ആ കടങ്ങൾ വീടും. ഇനിയും ആ കടങ്ങളൊന്നും വീടിയില്ലെങ്കിൽ അത് ഓണേഴ്സിനെ ബാധിക്കോ? ഇല്ല. എന്തുകൊണ്ട്? അവരുടെ ലയബിലിറ്റി എന്താണ്? ലിമിറ്റഡ് ആണ്. അവർക്ക് എന്ത് മാത്രമേ നഷ്ടം ഉണ്ടാവല്ലോ? ആ ഒരു കമ്പനിയിൽ അവർ എന്തെങ്കിലും ഒരു കാശ് മുടക്കിയിട്ടുണ്ടാവില്ല, ഐ മീൻ ഇനീഷ്യലി ഇട്ടിട്ടുണ്ടാവില്ലേ?
ആ ഫണ്ട് മാത്രമേ നഷ്ടാവുള്ളൂ. അവരുടെ പേഴ്സണൽ സേവിങ്സ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മള് കമ്പനീസ് ഫോം ചെയ്യുന്നത്. യെസ്, LLP ഫേംസും ഉണ്ട്, LLP പാർട്ട്ണർഷിപ്സും ഉണ്ട്, എല്ലാം ഉണ്ട്, ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. ബട്ട് നമുക്ക് എല്ലാം പഠിക്കാനില്ല. വി ഹാവ് ഓൺലി എ ഫ്യൂ ടു ലേൺ, ഫ്യൂ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ടു ലേൺ. സോ ഇതാണ് എന്ത് ലിമിറ്റഡ് ലയബിലിറ്റി, കമ്പനീസിന്റെ മെയിൻ ഹൈലൈറ്റ്. ദാറ്റ് ഈസ് ദേ ഹാവ് ലിമിറ്റഡ് ലയബിലിറ്റി. ഇനി ഒരു കമ്പനി എങ്ങനെയാണ്, ഇനി ഒരു കമ്പനി ഇസ് ലാർജർ ദാൻ എ സോൾ ട്രേഡർ ബിസിനസ് ആൻഡ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ്. അപ്പൊ ഇവിടെ എന്താണ്, കുറെ ആൾക്കാരുണ്ടാവും, കുറെ ഓണേഴ്സ് ഉണ്ടാവും. ഒരു കമ്പനിയുടെ ഓണേഴ്സിനെയാണ് എന്ത് വിളിക്കുക, ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുക. സോ കമ്പനിയുടെ ഓണേഴ്സിനെ എന്ത് വിളിക്കും, ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. ഇവരാണ് ഫണ്ട് കൊണ്ടുവരുന്നത്, കമ്പനി സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് ആര് സഹിച്ചാൽ മതി, കമ്പനി തന്നെയാണ്. വിച്ച് മീൻസ് ദേ ഹാവ് ലിമിറ്റഡ് ലയബിലിറ്റി. ഓക്കെ അല്ലേ? സോ ഇതാണ് എന്ത് നമുക്ക് കമ്പനീസിന്റെ കേസിൽ വരുന്ന മെയിൻ അഡ്വാൻറ്റേജ്. ഒരു പോയിന്റും കൂടി നമുക്ക് പറയാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ബിക്കോസ് വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് ദിസ് ഇൻ ടുമോറോസ് സെഷൻ. സോ ഒരു ചെറിയ കാര്യം കൂടി പറയാം, കമ്പനീസിന്റെ കാര്യം. ദെൻ വി വിൽ മൂവ് ഓൺ ഫർദർ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. ഓക്കെ അല്ലേ? ഇവിടെ കമ്പനിയുടെ ഓണേഴ്സിനെ വിളിക്കുന്ന ഒരു പ്രത്യേക നെയിമാണ് ഏത്, ഷെയർ ഹോൾഡേഴ്സ്. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. ഒരു കമ്പനിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഓണറിനെയാണ് എന്ത് വിളിക്കുക, ഷെയർ ഹോൾഡേഴ്സ്. എന്തുകൊണ്ടാണ് ഇവരെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്? ലൈക് സോൾ ട്രേഡർ ബിസിനസ്സിൽ ആ ഓണറിനെ സോൾ ട്രേഡർ എന്ന് വിളിക്കുന്നു, പാർട്ട്ണർഷിപ്പിൽ അവരെ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നു. കമ്പനീസിൽ എന്തുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് കമ്പനി എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഓണേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദേ ആർ ആക്ച്വലി ബൈയിങ് ഷെയർസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഒരു എന്താണ് ഹോൾഡിംഗ്, ഒരു ഓണർഷിപ്പ് ആണ് എന്ത് ചെയ്യുന്നത്, അവർ പർച്ചേസ് ചെയ്യുന്നത്. സോ ദേ ബിക്കം ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് എന്ത് പറയാനുള്ളത്, നമുക്ക് കമ്പനീസിന്റെ കേസിൽ പറയാനുള്ളത്. ഷെയർ ഹോൾഡേഴ്സ് ആണ്, ഓണേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. ആൻഡ് വി ഹവ് ഓൾറെഡി ഡിസ്കസ് കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആണെന്നുള്ളത്. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് ഇറ്റ്. ആൻഡ് വൺ സിംഗിൾ പോയിന്റ്, ഓൺ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. കമ്പനീസിൽ ഇഷ്ടം പോലെ ആൾക്കാർ എന്ത് ചെയ്യും, ഫണ്ട് ഇടും. ഇഷ്ടം പോലെ പേരെന്ത് ചെയ്യും, ഒരു കമ്പനി ഓൺ ചെയ്യും. ബട്ട് എല്ലാവരും ഈ കമ്പനിയുടെ ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആവോ, അതായത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമോ? ഇല്ല. കാരണം കുറെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യും, ഫണ്ട് ഇടുന്നുണ്ടാവും. ആൻഡ് ദേ ബിക്കം ഓൾ ഓണേഴ്സ്. എല്ലാവർക്കും ഓണേഴ്സ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ്, ഇവരെല്ലാവരും കമ്പനിയുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കുവോ? ഇല്ല. അതിനു വേണ്ടിയിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സ് കുറച്ച് പേരെ ഏൽപ്പിക്കും. അവരെയാണ് എന്ത് വിളിക്കുക, BOD, വിച്ച് ഇസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സോ ഷെയർ ഹോൾഡേഴ്സ് ആർ ജസ്റ്റ് ഓണേഴ്സ്. വർക്ക് ഒക്കെ ചെയ്യുന്നത് ആരാണ്, ഡയറക്ടേഴ്സ് ആണ്. വർക്ക് ഒക്കെ ചെയ്യുന്നത് ആരാണ്, ഡയറക്ടേഴ്സ് ആണ്. സോ ഓണർഷിപ്പ് ഇസ് അണ്ടർ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് വർക്ക് ഇസ് ഡൺ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതാണ് നമ്മുടെ 3 മെയിൻ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പാർട്ട് ഫ്രം ദിസ് നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്, ദാറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് ടുമോറോ. ഇതാണ് നിങ്ങളുടെ ബിസിനസ് ആൻഡ് ടെക്നോളജിയിലെ മെയിൻ ആയിട്ട് വരുന്ന ഇനീഷ്യലി നിങ്ങൾ കാണാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. സോ നിങ്ങൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ് ആൻഡ് ടെക്നോളജിയിൽ ആ ഒരു ഫസ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ആക്ച്വലി നിങ്ങൾ അറിയാതെ തന്നെ കവർ ചെയ്ത് പോവാണ്. സോ ഹോപ്പിംഗ് ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബാക്കിയുള്ള ഡൗട്ട്സ് ഒക്കെ എന്ത് ചെയ്യാം, ഞാൻ ഷുവർലി നാളെ അഡ്രസ് ചെയ്യും. നാളെ നമുക്ക് ടൈമിംഗ് പോയിട്ടുള്ളത് 5:30 സോ ഹോപ്പ്ഫുള്ളി നമുക്ക് നാളെ മീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയാസും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. ആൻഡ് റെക്കോർഡിംഗ്സ് കാണുന്നവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഡെഫിനറ്റ്ലി ACCA അഡ്മിഷൻസ് നിങ്ങൾ എടുക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ഈസിലി ഹാർഡ് വർക്കോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഡെഫിനറ്റ്ലി യു ക്യാൻ ക്വാളിഫൈ ACCA with great efforts and great guidance from us.